ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ ഓരോ കാരണങ്ങൾ സ്വയം കണ്ടെത്തുകയാണ്. അത് എന്താണ് അതിന് യഥാർത്ഥ പ്രതിവിധി എന്ന് അറിയാതെ ചിന്തിക്കാതെ വീണ്ടും ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് പോയി പെടുകയാണ് കുറെ ആളുകൾ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വളരെ ഇതിലിപ്പോൾ എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തിക്കാനുള്ള സൗകര്യമാണ്. ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ട് ഉള്ള ഒരു സമയമാണ്. അപ്പം പല ദിവസവും നമ്മളത് നോക്കുമ്പോൾ അതിലിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്യാൻ തോന്നുക, ഓർഡർ ചെയ്യുക. അപ്പം അത് ഡെയിലി വീട്ടിൽ ഇങ്ങനെ ആ ഓർഡർ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കാശ് പോണതൊന്നും അറിയുന്നില്ല. പക്ഷെ ഇത് ചിലർ പറയണത് അവരുടെ ഒരു മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, വല്ലാത്ത ഇങ്ങനെയുള്ള കുറേ ഇതിനെ മറയ്ക്കാൻ അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാൻ തോന്നുമോ സാറേ? അപ്പം അതിൻ്റെ ആ ഒരു ഇതിനെ പറ്റിയിട്ട് ഇത് പലതരത്തിലുണ്ട് ധനലക്ഷ്മി. ഇതിനെ നമുക്ക് പല മേഖലയിൽ എടുത്തു നോക്കുമ്പോൾ പല മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഡെഫിനറ്റ്ലി ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. മുതിർന്നവർക്കൊക്കെ ഇപ്പോഴും ഷോപ്പിംഗ് ഡയറക്റ്റ് ഷോപ്പിൽ പോയി കാണാനാണ് താല്പര്യം. ഈവൻ കൺസൾട്ടേഷൻ വരെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സുലഭമായി. ആഫ്റ്റർ കോവിഡിന് ശേഷം ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. നമ്മൾ പൈസ ആദ്യം അടക്കുക, നിങ്ങൾക്ക് ഡോക്ടറായിട്ട് സംസാരിക്കാൻ, പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഓൺലൈൻ പ്രിസ്ക്രിപ്ഷൻ കിട്ടുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും ഫിസിക്കൽ ഇതിൽ ആ ഒരു യുഗത്തിലാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റിലേക്ക് ഡെവലപ്പായി വരുന്നു. ഇനി അഡ്വാൻസ് ടെക്നോളജി, AI ടെക്നോളജി ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ എന്നാലും ഇതിനൊക്കെ നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു അഡിക്ഷൻ തന്നെ ആയിട്ട് വരും. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ്, ഗൂഗിൾ പേ, എവിടെ ചെന്നാലും ഇപ്പോൾ പല ഷോപ്പുകാരും ചോദിക്കുന്നത് ക്യാഷ് ചേഞ്ച് ഇല്ല കേട്ടോ, ഗൂഗിൾ പേ ഉണ്ടോ? അപ്പോൾ എന്നെ പോലത്തെ ഒരു പഴഞ്ചനൊക്കെ പോകാണെന്ന് എനിക്ക് ഗൂഗിൾ പേ എന്താണെന്നല്ല കേട്ടിട്ടേ ഉള്ളൂ, ഒന്നും അറിയില്ല, ചെയ്യാനറിയില്ല. ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇയാൾ വെറുതെ പറയാണ്, ചുമ്മാ പറയും. സത്യത്തിൽ എനിക്കില്ല, എനിക്കറിയില്ല, ഞാനത് അറിയിക്കും, പഠിക്കാൻ ശ്രമിക്കണമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തന്നെ ഒരു പേടിയാണ് ശരിക്കും. കാരണം എനിക്ക് ചില മേഖലയിൽ എത്തിപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ തന്നെ അതിനെ എൻതൂസിയാസം കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ ഓൺലൈൻ ബാങ്കിങ്ങിലും അക്കൗണ്ടിലൊക്കെ കണ്ടമാനം കള്ളത്തരങ്ങൾ നടക്കുന്നു, ഫേക്കായിട്ടുള്ള ട്രാൻസ്ഫറിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിലൂടെ നമുക്കതത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനും അതിൽ പെട്ടുപോകുന്നുള്ള ധാരണമുണ്ട്. ഞാൻ ഈ ഓൺലൈനിൽ ഇരുന്നിട്ട് കണക്കും പരിപാടി ശരിക്കും ചെക്ക് ചെയ്യാനോ മറ്റോ ബാങ്കിങ് കാര്യങ്ങൾ നോക്കാനോ എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ എൻ്റെ സമയം സ്പെൻഡ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡെഫിഷ്യൻസി എനിക്കുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെയും വന്നിട്ട് ഇനിയിപ്പോൾ ഗൂഗിൾ പേയോ മറ്റോ ഒക്കെ തുടങ്ങിയിട്ട് അതിലൂടെ അത് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ ഇനി അതിന് പൈസ പോയി അങ്ങനെ ആയിന്ന് വരണ്ട എന്നുള്ള എൻ്റെ സബ് കോൺഷ്യസ് മനസ്സ് എന്നോട് പറയുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങിയിരിക്കുക. എന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കറൻസി ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെയാണ് അവർ പ്രിഫർ ചെയ്യുക, അവർ ചോദിക്കും. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ അതിന് സർവീസ് ചാർജൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ എമൗണ്ടിനനുസരിച്ച് പൈസ തന്നോളൂ എന്ന് പറയും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനത്തെ ഗൂഗിൾ പേയോ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയും. പക്ഷെ അവരൊക്കെ പ്രിഫർ ചെയ്യുന്നത് കാർഡ് തന്നോളൂ എന്ന് പറയും. അപ്പോൾ കൺവേർഷൻ നമ്മൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർഡ് കൊടുക്കുന്നത് അങ്ങനെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നമ്മളത് കൊടുക്കുന്നതിൽ നമുക്കൊരു അലോസരം നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചില സൗകര്യങ്ങൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ഈസി ആക്കി എടുക്കുകയും ഈസി ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് എളുപ്പത്തിൽ നമ്മൾ ഓർഡർ ചെയ്യുകയും വരുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിപ്പെൻഡീവ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അൺനെസറി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടും. ചിലപ്പോൾ അത്ര ആവശ്യം ഉണ്ടാവില്ല, പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് കാണുമ്പോൾ പലതും നിങ്ങളെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുക, പലതും നിങ്ങൾക്ക് വാങ്ങണം തോന്നും. നിങ്ങൾക്ക് ഒരു ജീൻസ് കണ്ടു, ഒരു ടീഷർട്ട് കണ്ടു, നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഫാക്ട്സ് നിങ്ങൾക്ക് മുമ്പ് വേറെ ചെയ്ത് തീർക്കാനുണ്ട്. നിങ്ങളെ ഫിനാൻഷ്യലി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വളരെ എമർജൻസി അല്ല, ഓൾറെഡി നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിങ്ങളെ തലത്തുമ്പത്ത് വരുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളറും ഇഷ്ടപ്പെട്ടൊരു സാധനം ഡിസൈനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിയാൻ ഞെക്കിപ്പോവും. അങ്ങനെ അതിലൂടെ ആ പ്രവണത ഡെവലപ്പ് ചെയ്യുക, അതിനെ നമ്മൾ എന്തായാലും പ്രിവെൻറ്റ് ചെയ്യണം, ശ്രമിക്കണം. അത് ഓൺലൈനിലൂടെ പല കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ പിന്നെ ഗൾഫിലൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഈ ശമ്പളം തുടക്കത്തിൽ കിട്ടും, പിന്നീട് ക്രെഡിറ്റ് കാർഡിലൂടെയും ഒക്കെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം നമ്മൾ വാങ്ങുമ്പോൾ അങ്ങ് വാങ്ങിക്കൂട്ടും. പിന്നെ ഈ മന്ത് എൻഡിൽ നമ്മൾ സാലറി കിട്ടുമ്പോൾ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഉണ്ടാവും നല്ല എഴുതിയോ. ഇത് അടച്ചാൽ പിന്നെ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. പിന്നെ നാട്ടിലേക്ക് ആവശ്യങ്ങൾ മറ്റേതൊക്കെ വരുമ്പോൾ പിന്നെയും പ്രശ്നമാവും, പിന്നെയും കടം വാങ്ങാനും പ്രശ്നമാണ്. അപ്പോൾ ഈ ടെൻഡൻസി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ഒരു റിലീഫ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ അതിൽ തന്നെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കടം വാങ്ങിയ ആൾക്കാർ, ഈ ഇൻട്രസ്റ്റിനും മറ്റും വാങ്ങിയ ആൾക്കാരാണ് പലതും ബിസിനസ്സൊക്കെ ആകെ ലോസ് ആവുകയും അവസാനം സൂയിസൈഡിലൊക്കെ എത്തുന്നത്. ഒരാടത്തുനിന്ന് 10 രൂപ ഞാൻ കടം വാങ്ങി, ലക്ഷ്മിയുടെ അടുത്ത് കടം വാങ്ങിയ 10 രൂപ ഞാൻ തരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇതൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വാങ്ങി തന്നു. അതങ്ങനെ പേ ചെയ്ത് കുറച്ച് കാലം പോവും. പിന്നെ കുറച്ച് കാലം 2 ഫ്രണ്ട്സ് ഒരുമിച്ച് വയ്ക്കൽ തുടങ്ങുമ്പോൾ ഞാൻ പ്രശ്നത്തിലാവും. സാറ് ഇത് പറയുമ്പോഴേ എനിക്ക് ഇതിപ്പോ സത്യമാണ്. സാറിന് ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് തോന്നും അത് വെറുതെ. ഇത് ഒരു രസകരമായ സംഭവം. എൻ്റെ ഇപ്പം ഈ അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയില് ഞാനും മോളും കൂടി ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് ഇതില് ഫോണ് ഗൂഗിൾ പേ ചെയ്യണം. അപ്പം 999 അങ്ങനെ എന്തോ ഒരു ക്യാഷാണ്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ചാർജില്ല. 1% ചാർജ് ഉള്ളൂ. ഈ 1% ചാർജ് കൊണ്ട് ഇത് ചെയ്യുമ്പോഴേക്കും ഔട്ടായിപ്പോയി. ഇപ്പൊ ഇത് ക്യാഷ് എണ്ണി നോക്കിയപ്പം പിന്നെ ഒരു 20 രൂപ കുറവുണ്ട്. എല്ലാം എണ്ണി പെറുക്കി പോക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ചപ്പോഴേക്കും 20 രൂപ. പിന്നെ ഇത് 20 രൂപയ്ക്ക് ഇത് നമ്മൾ ലിക്വിഡ് ക്യാഷ് കയ്യിൽ വെക്കാത്തത് കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുത്താറ്. നമ്മൾ ഈ ഫുൾ ഓൺ ത്രൂ ചെയ്യുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പെട്ടുപോകും. ചില ഏരിയയിൽ നമുക്ക് അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അടുത്ത് നിൽക്കുന്ന ആള് 20 റുപ്പീസ് തരും. ആരോ ഒരാള് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പെട്ടുപോകും പല പ്രശ്നങ്ങളും. ഇതിപ്പം പിന്നെ സാറ് പറഞ്ഞ മാതിരി ഈ ഒരു യുഗത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെതായ ദോഷവശങ്ങളും ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ഉണ്ടെങ്കിലും. അപ്പം കഴിയുന്നതും ഈ ഇതുപോലെ ഓരോ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആവരുത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു തോന്നലാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പല ആളുകളും ചിന്ത ഇയാളിത് വെറുതെ ഹൈഡ് ചെയ്യാൻ പറയാം. നമ്മുടെ സുഹൃത്തുക്കളടക്കം ചിലർ 2000 റുപ്യ ഒന്ന് ഗൂഗിൾ പേ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറയാം എനിക്ക് ഗൂഗിൾ സാറ് തട്ടാതെ ഞാൻ വെറുതെ പറയണല്ലോ, തരാൻ തയ്യാറില്ലാത്തതുകൊണ്ട്. ഞാൻ അങ്ങനെ വേണ്ടി വന്നാൽ തന്നെ എൻ്റെ സ്റ്റാഫിനോടോ എൻ്റെ ഭാര്യയോടൊക്കെ ചോദിച്ചിട്ട് അവരെ എമൗണ്ടിൽ നിന്ന് അവരെ പോക്കറ്റിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണോ, ഞാൻ ആ പൈസ തരാമെന്ന് പറഞ്ഞ് കൊടുക്കാറാണ്. കാരണം അത് അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ എനിക്കത് നിർബന്ധമായി വരുന്നൊരവസ്ഥയാണ് ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ അതിന് പ്രയോറിറ്റൈസ് ചെയ്യണില്ല. അതിന് കുറേ ഡെഫിഷ്യൻസി. അപ്പോൾ ഈ സൈക്യാട്രിയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു കാര്യത്തിനെയും നമ്മൾ കണ്ടുകൊണ്ട് മുൻധാരണയിൽ അതൊരു അസുഖമായിട്ടോ ലക്ഷണമായിട്ടോ കണക്കാക്കരുത്. നിങ്ങളുടെ അടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കണം. ആ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ റീസൺ നിങ്ങൾക്ക് പറഞ്ഞു, ഇത് ഞാൻ വളരെ സത്യാവസ്ഥയെ പറഞ്ഞേ, എനിക്ക് പഠിക്കണമെങ്കിൽ ഇപ്പോൾ 8 ദിവസം കൊണ്ട് ഇപ്പം എനിക്കത് ചെയ്തുകൂടെ, അത് പഠിക്കാം. പക്ഷെ ഞാനത് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വൈ? അതിൻ്റെ റീസൺ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഓൺലൈൻ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് പിന്നോമ്പാർത്താണ്. ആ പിന്നാമ്പുറത്തായതുകൊണ്ട് ചില പറ്റിക്കപ്പെടലിൽ ഞാൻ പെട്ടുപോകുമോ എന്നുള്ള ഒരു ആദി എനിക്കുള്ളത് കൊണ്ടും ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ അതേ പറ്റുള്ളൂ. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഇനി വേറൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ പഠിക്കും. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വിചാരിക്കും, നിങ്ങളൊരു പഴഞ്ചനാണെന്ന് വിചാരിക്കും, ഇയാൾക്ക് എന്ത് ഡോക്ടറാണെന്ന് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ദാറ്റ് മീൻസ് അങ്ങനെ സെൻസിലെടുക്കണം. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിരിക്കണം. ആരും ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എല്ലാവരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും. അപ്പൊ ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് സാർ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വാങ്ങുന്ന പോലെയല്ല ഈ എഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ആ ടെൻഡൻസി വരും. കാരണം ഈ കാണുന്ന സാധനങ്ങളിൽ പലതും നമുക്ക് വളരെ നെസസറി ആയിട്ടുള്ളതായിരിക്കും. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ വല്ല ചൈന മാളിലൊക്കെ ഒന്ന് പോയി നോക്കണം. ദുബായിലൊക്കെ ഒത്തിരി ചൈന മാൾ അങ്ങനത്തെ സാധനങ്ങൾ, അവിടെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച സാധനങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആവശ്യമില്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ തോന്നും. അപ്പോൾ അതിന് 10 ദിർഹം 20 ദിർഹം ഒക്കെ ഉള്ളൂ. പക്ഷേ അക്യുമുലേറ്റ് ചെയ്തെല്ലാം കൂടി വരുമ്പോൾ 50 ദിർഹമായി 100 ദിർഹമായി. അപ്പോൾ നമ്മൾ ഷോർട്ടേജായി വീണ്ടും. ചെറിയ ചെറിയ സാധനങ്ങൾ, അക്സസറീസ് ഒക്കെ മൊബൈലിൻ്റെ ഒക്കെ, അതിനില്ലാത്ത സാധനമല്ലേ മൊബൈലിൽ ഒരു പിന്നൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഫാനായി. അപ്പോൾ നമ്മൾ എവിടെയും വായിച്ചിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഓഫീസിലൊക്കെ എത്തുമ്പോൾ ആവശ്യമാണല്ലേ. ഇങ്ങനെ പല സാധനങ്ങളും അതിൽ തന്നെ ഓരോന്നോരോന്നും ഇങ്ങനെ ഓരോ എക്യുപ്മെൻറ്റിൽ കണ്ടിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ എവിടെയോ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ നമുക്കും ആവശ്യമായി തോന്നും. പക്ഷേ നമ്മളത് പ്രയോറിറ്റി അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ വാങ്ങിപ്പോകും. അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ മൈൻഡിന് സാധിക്കണം. അത്തരത്തിൽ ആക്കിക്കൊണ്ടാണ് നമ്മൾ അയക്കണം. അല്ലെങ്കിൽ അതിലും ഡിപ്പെൻഡൻ്റ് ആയി പോകും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. അതിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടുക. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ നാം കാണുന്നത് വരെ ബൈ.